ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ പിന്നെയും ബീച്ചിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സൺഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. വളരെ മികച്ച സെലിബ്രേഷൻ. ഓ ഗൈസ്, ബീച്ച് കണ്ടു ഗൈസ്. ഒരു ചെമ്പൻ നിൽക്കുന്നു ഗൈസ്. ചെമ്പിൻ്റെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ തുമ്പ ബീച്ചിൻ്റെ പ്രകൃതി ഭംഗി. ഇന്നത്തെ ഡേറ്റ് ജൂൺ 29 തുമ്പ ബീച്ച് ഇങ്ങനെ ഇരിക്കും. എന്ത് ക്ലിയറായ സ്കൈ. ഓ തല, അഭിഷേകിൻ്റെ തലയോടൊപ്പം തുമ്പ ബീച്ച് അവസാനിപ്പിക്കുന്നു. ക്യാമറമാൻ ബംഗാളി ചെമ്പനോടൊപ്പം വ്ളോഗ് എടുത്താൽ ശരിയാവും. അയ്യോ ഗൈസ്, ഞങ്ങൾ സൺസെറ്റ് കാണുകയാണ് ഗൈസ്. കണ്ട വരെ സെറ്റായി ഗൈസ്. എങ്ങനെയുണ്ട് ഇടക്കൈ ഗൈസ്? ഒരു പൊട്ടത്തേങ്ങ പാവങ്ങാൻ. അപ്പം ഗൈസ്, സെക്കൻഡ് ഡേ കടൽ. ഇനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കടലായിരുന്നു. ഞാൻ ജോലി ഇട്ടിട്ട് ടെക്നോ പാർക്കിൽ വരുവാണെങ്കിൽ വരാം അല്ലേ? പക്ഷെ എന്തെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. തുമ്പ ബീച്ച് പ്രകൃതി ഭംഗി ഗൈസ്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞു ഗൈസ്. നമുക്കിന്ന് പോകണ്ടേ? വീഡിയോ എടുത്തിട്ട് നോക്കണമല്ലോ. വീട്ടിൽ വന്ന് പൗസ് ചെയ്തിട്ടുണ്ടായി ഗൈസ്. അങ്ങനെ സൺസെറ്റ് കാണുവാണ് ഗൈസ്. വാവ്. ഗൈസ്, സൺസെറ്റ് ബ്യൂട്ടിഫുൾ സെറ്റ്. ചെമ്പു തൊപ്പിയും ടീഷർട്ടും മാത്രം കാണാം. ഹലോ ഗൈസ്. അതെ ഗൈസ്, ഇത് എത്രാമത്തെ ദിവസം? ഇന്ന് 7ആണോ ഗൈസ്? അങ്ങനെ ഞങ്ങളുടെ 7ാമത്തെ ദിവസമാണ് ഇന്റേൺഷിപ്പിന്റെ. ഇനിയും കുറച്ച് നാളുകൂടെ ഉള്ളൂ കേട്ടോ ഞങ്ങളിവിടെ. അടുത്ത ഞായറാഴ്ച, അത് 5 ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾ. യെസ്, നിങ്ങൾ കോട്ടയത്തെത്തും ഗൈസ്. പിന്നെ നമ്മൾ കോളേജിലെ വ്ളോഗായിരിക്കും കാണുന്നത്. അപ്പം ബൈ ഗൈസ്, ഓഫീസിൽ ചെല്ലട്ടെ, ലേറ്റ് ആയി. ബൈ. ആ പറഞ്ഞു ഇത്ര ഉള്ളു ഗൈസ് എനർജി. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ആണ് ഗൈസ്. ഞങ്ങൾ കുറച്ച് നാളും കൂടി ഇവിടെ ഉള്ളു ഗൈസ്. സങ്കടം ഉണ്ടോ? ഇന്റേൺഷിപ്പ് തീരുന്നതിന് സങ്കടമൊന്നുമില്ല. അതെ, പക്ഷെ ഇങ്ങനെ ഇനി ഒരു അവസരം കിട്ടണമെങ്കിൽ കുറെ നാൾ എടുക്കുക. അതുകൊണ്ടൊരു ഫ്രീഡമേ. പിന്നെ കോളേജിൽ പോകണം, അതുകൊണ്ടൊരു വേറെ സാധനം. അപ്പം പ്രത്യേകിച്ച് ഇവിടെ വീഡിയോ എടുക്കാനായിട്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാത്ത. എന്തെങ്കിലും നടന്നാൽ ഇനി എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം എടുക്കുക, അല്ലെങ്കിൽ ഇന്നലത്തെ വ്ളോഗ് പോലെ ഇൻട്രോ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. ഹലോ ഗൈസ്, ഇന്നത്തെ ക്ലാസ് തീരാറായി. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? പറഞ്ഞു. അഭിനയനുള്ളതുകൊണ്ട് എല്ലാം ചെയ്തു. ഒരു ചെമ്മനും ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു. ഞാനുള്ളതുകൊണ്ട് അവൻ ജയിച്ചു പോയി അല്ലേ? അതെ, എൻ്റെ പ്രസൻറ്റേഷനാണ് നല്ലത്. കള്ളത്തരാ, ഞാനും പ്രസൻറ്റ് ചെയ്തു. ഗൈസ്, ചെമ്മനൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊ അതിന്റെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. വ്ളോഗ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ആയി. ആ മുഖം കണ്ടോ? നിഷ്കളനായ മുഖത്ത് എങ്ങനെ കാണിക്കുന്നു? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അലർജിയാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മൂക്കൊലിപ്പ് അലർജിയായി ഗൈസ്. അലർജിയുടെ മണ്ടയിൽ അലർജി ആയി ഗൈസ്. യെസ്, അലർജി ഉള്ള ആൾക്ക് അലർജി. ഡേ എത്രയാ? 9. അതെ ഗൈസ്, ഡേ 9 ആയി. ഞങ്ങൾ ഉടനെ തിരിച്ച് വീട്ടിൽ പോകുന്നതായിരിക്കും. അയ്യോ, ഇത് ഗിർപശു അല്ലേ? ഇത് പശുവല്ല, കാളയാ. അപ്പോൾ ഗൈസ്,
ഞങ്ങൾക്ക് ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻട്രോ മാത്രമേ എടുത്തത്. മിനിഞ്ഞാന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് മിനിഞ്ഞാന്നും ഇൻട്രോ മാത്രമേ എടുത്തത്. അപ്പോൾ ഇന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഇന്നും ഇൻട്രോ മാത്രമേ ഉള്ളൂ. സൗണ്ടും പോയി. അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ലുല്ലുവിലല്ലേ അല്ലേ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം. അല്ലെങ്കിൽ ഇന്നും ഇത്രേ ഉള്ളൂ ഗൈസ്. പോയിട്ട് വരാം. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പനി എങ്ങനെ ഉണ്ടേ? പനി നല്ല സുഖമായിട്ട് പോകുന്നു ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ച് ഇവിടെ വന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതേപോലെ നാളെയും കൂടെ ഉള്ളു ഇന്റേൺഷിപ്പ്. ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേയാ. പഞ്ച് പോകുന്നു പഞ്ച്. നീലപ്പഞ്ച്. അതെ അപ്പം ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. തീരുവോ ഗൈസ്? നാളെയും കൂടെ ഉള്ളു. അപ്പം വെറുപ്പിക്കുന്നില്ല. പാർട്ട് 1ഉം പാർട്ട് 2 ഇച്ചിരി ഉള്ളു, എടുക്കാൻ മാത്രമൊന്നും ഇല്ല. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ലുലുവിൽ പോകണമെന്നുണ്ട്. പനി ആയതുകൊണ്ട് ഇതുവരെ നടന്നില്ലായിരുന്നു. അപ്പം പോവുകയാണെങ്കിൽ വീഡിയോ ഇടാം. വേറെ എന്തെങ്കിലും നടന്നാലും വീഡിയോ ഇടാം. ഓക്കെ ബൈ ഗൈസ്. ബൈ പറഞ്ഞ ബൈ ബൈ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും ഒറ്റയ്ക്ക് ഇൻട്രോ എടുക്കാൻ തുടങ്ങി. അയ്യോ ഗൈസ്. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് ഇന്റേൺഷിപ്പ് ആണ് ഇന്ന്. കാണാവുമല്ലോ? എനിക്കൊന്നും കാണത്തില്ല. എന്നെ കാണാവോ? അപ്പം ഞങ്ങൾ ഇന്ന് ലേറ്റായിപ്പോയി. 10 മണിക്ക് ചെല്ലണ്ട. ഇപ്പം സമയം 9:50. അപ്പം ഇന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. അതോടെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് കഴിയുവാണ്. പിന്നെ നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലും പോകണം ഗൈസ്. അപ്പം കാണാം. ബൈ. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് മക്കാനി വന്നു. 4 വർഷം കഴിയുമ്പോൾ കടയുള്ള വരാം. കോളേജ് വെച്ച് കാണാം. ഞങ്ങൾ അമ്മുവിനെ പറഞ്ഞു വിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകും. അതെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ കറങ്ങാൻ 1 മിനിറ്റ് കൂടെ അല്ല, 1 ദിവസം കൂടെ നിൽക്കണോ അതോ വീട്ടിൽ പോകണോ? ചുമയായോണ്ട് പോകണം. അതെ അങ്ങനെ അമൃത ട്രെയിൻ കയറ്റി വിടാൻ പോകണം ഗൈസ്. ഈ രോഗമൊന്നുമില്ല. അതെ അമൃതനെ മെസ്സേജ് ചെയ്യും. അല്ല ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ട്രെയിൻ കയറിപ്പോയി ഗൈസ്. ഇനിയിപ്പം ഞാനും അഭിഷേകും ഇവന്മാരും പോകുന്നുള്ളൂ ഗൈസ്. മിച്ചം ഞങ്ങൾ ഇന്ന് കുറച്ച് കറങ്ങാൻ പോകും. എന്നിട്ട് നാളെ ട്രെയിൻ കയറാം. കഴിക്കാൻ കിടക്കാം. മിസ് ചെയ്യും. ശങ്കര ഗൈസ്. എൻ്റെ ആങ്ങളെ എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ഗൈസ് ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. കടയുടെ പേരറിയില്ല. കടയുടെ പേരറിയോ? ഫ്യൂഷനോ? ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കടയാണ്. ടെക്നോ പാർക്കിന് അടുത്തായിട്ടൊക്കെ വരും. സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ കയറുക. ഫുഡ് വന്നിട്ട് റിവ്യൂ പറയാം. നിങ്ങൾ വന്നില്ലേ? നല്ല സാലഡുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നു. വെള്ളത്തിൽ ചെല്ലുന്നു. ഒപ്പം ക്യാമറയും ചേർന്നു. ചിക്കൻ എന്നോ
എടുക്കണോ? ചെമ്മന്റെ സാലഡ് വന്നു. ചെമ്മന്റെ അഭിഷേക സാലഡ് ട്രൈ ചെയ്ത് നോക്ക്. ബിരിയാണി ട്രൈ ചെയ്ത് നോക്ക്. ബിരിയാണി വീഡിയോ വരാൻ താല്പര്യമില്ലാത്തവരൊക്കെ നിർബന്ധിക്കാറില്ല. എന്ന് സ്വന്തം എൻ്റെ ചില അഹങ്കാരി എൻ്റെ അഹങ്കാരി ആങ്ങളെ കുറിച്ചാട്ടോ പറയുന്നത്. കൃത്യമായിട്ട് അങ്ങനെയാണ്. മലയാള വാക്യഭംഗി അതെ 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 ട്രൈ ചെയ്ത് കൊള്ളാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വരികയാണ് എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഡിസ്കൗണ്ട് കിട്ടും. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. തുമ്പ ബീച്ച് ഫോർ ലാസ്റ്റ് ടൈം. ഞങ്ങൾ ഇവിടെ ഇന്റേൺഷിപ്പിനെക്കാട്ടി മിസ് ചെയ്യുന്നത് തുമ്പ ബീച്ചാണ് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പോകും, പിന്നെ നാളെ വീട്ടിൽ പോകും. സോ എൻജോയ്. വെയിലല്ലേ? വെയില, ഭയങ്കര വെയിൽ, ടാനടിക്കുന്നു. ബൈ ഗൈസ്, ഐ ലവ് ടാൻ. മീ ടു. ഞാൻ ചെയ്യും, കൈ അനക്കണ്ട. അയ്യോ, കുളിച്ച് നനങ്ങി കുളിച്ചൊരു വൃത്തിട്ട കുക്കടാ. തിരിങ്ങി നിന്നേ. ഇത് ഇവിടെ കിട്ടുമോ നോക്കാം. എടാ ഇവിടെ കിട്ടുന്നുണ്ടടാ. ചെമ്പൻ, കൊപ്പിച്ചെമ്പൻ. ബായ് പറഞ്ഞേക്കും. നമുക്ക് ഇനി തുമ്പ ബീച്ചിനോട് ബായ് പറയാം. ബായ് തുമ്പ ബീച്ച്. പക്ഷെ ഞങ്ങൾ വരും അല്ലേ? എന്തെങ്കിലും വരും. എന്താ ബീച്ചിൽ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്താൽ ഞാനാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഗൈസ് ബീച്ചിലെ ഫേഷ്യൽ കാരണം എൻ്റെ മേക്കപ്പ് പോയി ഗൈസ്. ഒന്നും തോന്നരുത്, ക്യാമറമാൻ. ഇരുട്ടായി ഗൈസ്, എന്നെ ഒന്നും കാണത്തില്ല നിങ്ങൾക്ക്. എൻ്റെ മുമ്പിലത്തെ വീഡിയോ ഒരു വൃത്തിട്ടാകുമ്പോൾ ഓഫ് ചെയ്ത് ഗൈസ്. ഗൈസ് ഞങ്ങളും പട്ടിയുടെ കൂടെ ഇരിക്കുക. പട്ടി കിടന്ന് ഉറങ്ങുന്നു, ഞങ്ങളിരിക്കുന്നു. ഇന്റേൺഷിപ്പിനെ പറ്റി പറയാനുള്ള എന്താ, 15 ദിവസം കടന്നു പോയത് അറിഞ്ഞതേ ഇല്ല. പക്ഷെ ഞാൻ മിസ് ചെയ്യും, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കോളേജ് ഇഷ്ടമല്ല. ഇഷ്ടമാണോ? അല്ല. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായപ്രാന്തനിൽ വന്നിരിക്കുകയാണ്. അവസാനമായിട്ട് സൈനിങ് ഓഫ് ഫ്രം ചായപ്രാന്തൻ. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിരുന്നു ഗൈസ്. ചായ മക്കാനി, ചായപ്രാന്തൻ. മക്കാനിലെ പുള്ളി എനിക്ക് നാളെ കാണണം ഗൈസ്. അങ്ങനല്ല, നാളെ മക്കാനിൽ ഒന്നുകൂടെ കയറണം ഗൈസ്. ലക്ഷ്മി വിഷമമുണ്ടോ? എന്നെ മിസ് ചെയ്യുമോ? പിന്നെ കോളേജിൽ മിസ് ചെയ്യണോ? ചെറിയ മിസ് ചെയ്യോ? അയ്യോ, നമ്മളിന്ന് തിങ്കളാഴ്ച കാണും. നാളെ കണ്ടാ പിന്നെ ഓസ്കാറിന് ഞാൻ പറഞ്ഞേക്കാം. അഭിഷേകിനെ മിസ് ചെയ്യോ? സന്തോഷം മാത്രം. ആരിനെ മിസ് ചെയ്യോ? ഇല്ലാന്ന്. ചെമ്പൻ കോളിൽ അത് കഴിഞ്ഞ് അവരോട് ചോദിക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം അടിപൊളിയായിരുന്നു. 15 ദിവസം അടിപൊളിയായിരുന്നു. നെവർ ഫോർഗെറ്റ്. ഞാൻ ചില പ്രത്യേകത തെണ്ടിത്തരം കാണിച്ച നിമിഷം ചില തെണ്ടികൾ. എൻ്റെ മുഖത്ത് മൊത്തം മണ്ണ്, വായിൽ ബീച്ചിലെ മണ്ണ്. എൻ്റെ സ്വന്തം ആങ്ങള എന്നോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ. യെസ്, ആര്യയുടെ കോച്ചിങ്ങിൽ ഞാൻ മലയാളത്തിൽ പണ്ഡിതയായിരിക്കുന്നു. പണ്ഡിത ചെറുതെന്താ ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറയാനുള്ള? സൈനിങ് ഓഫ് ആണ്. എന്താ പറയാനുള്ള ഇന്റേൺഷിപ്പിനെ പറ്റി? എന്തൊക്കെ കാണുന്നേ? വളരെ 3G ആയിട്ടുള്ളത്. വളരെ നല്ല അഭിപ്രായമായി, വളരെ മികച്ച അഭിപ്രായമായിരുന്നു. എൻജോയ് ചെയ്യും നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ എൻജോയ് ചെയ്യും. 2, 3, 4. അല്ലല്ല, ഗൈസിനെ കുറിച്ച് ആക്ഷേപിക്കുന്നു. ഗൈസ്
ആ എങ്ങനെയുണ്ട് വഴക്ക് തന്നിട്ട് ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറ. എഴുതോളൂ പോയി. കിട്ടിയില്ല. ഗൈസ്, അഭിഷേകും ആര്യ സോ ക്രൂവലാണ്. സോ ക്രൂവൽ. ഇതിന്റെ ഒരു ഫീമെയിൽ പ്രശ്നമാണ്. സത്യം രണ്ടെണ്ണവും സൈക്കോയാണ്. സൈക്കോയാണ്, ഒരേ വട്ടാണ്, ഒരേ വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഇനി പറഞ്ഞ ചിലപ്പോ ഞാൻ എന്നെ എടുത്തെറിയും. പറഞ്ഞിട്ടല്ലേ ചെമ്പൻ കോട കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെന്റെ വ്ലോഗ് അവസാനിപ്പിക്കും. കുരു കുരു മണ്ണ് പറ്റി ബീച്ചിലെ ഗൈസ്. നീ കട്ട് ചെയ്യത്തില്ല കേട്ടോ, എഡിറ്റ് ചെയ്യാൻ വയ്യ. അതും കേട്ടു. അല്ല, അത് നിങ്ങൾ കേട്ടാലും കുഴപ്പമില്ല, ആരും കാണാനില്ലല്ലോ, നമ്മളല്ലേ ഉള്ളൂ. എനിക്കൊരു വോയിസ് ഇല്ല ഇവിടുത്തെ ലാംഗ്വേജ്. അന്ന് ആസനസ്ഥനായാലും എനിക്ക് കാര്യം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കല്ലത്. അങ്ങനെ പറയുന്നത്. ഇരിക്കാൻ ഇന്റേൺഷിപ്പിൽ 15 ദിവസത്തെ കുറിച്ചുള്ള അഭിപ്രായം പറ. വളരെ നല്ലതായിരുന്നു. ഇത് മാറ്റണില്ല. ഇനിയും പറ. രണ്ടുപേരും ഉണ്ട്. ഇനിയും പറ. ലാപ്ടോപ്പ് പിന്നെ ട്രോളി ബാഗ് ചുമക്കണേ. ഒറ്റയ്ക്ക് നമ്മളാണെന്ന് പറഞ്ഞു. അപ്പൊ 15 ദിവസത്തെ ഇന്റേൺഷിപ്പ് പറയുന്നുണ്ട്. അപ്പൊ സമാധാനം വീട്ടിൽ നിന്ന് കട്ടിലിട്ട് പിന്നെ ചെമ്മിന് കുറച്ച് പ്രത്യേക തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. അത് അവർ അഡ്ജസ്റ്റ് ചെയ്തത് ദിയെ വെച്ചാണ്. പഴം. അതവിടെ ദിയെ വെച്ചാണ്. അപ്പൊ അവര് വീട്ടിൽ പോകുമ്പോ നല്ല ആശ്വാസം കിട്ടും. ടിഷ്യൂ ബൈ. ടിഷ്യൂ